തന്നെയും ഭൂതഗണങ്ങളെയും കണ്ടിട്ട് മടിപത്രാതിരിക്കുന്ന നാരായണത്തിനോടായി ദേവി ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്നാൽ ആ ചോദ്യത്തിന് പരിഹാസമായിരുന്നു നാരായണത്തിന്റെ മറുപടി. പക്ഷെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തനിക്ക് മുന്നിൽ ഇരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ദേവിക്ക് മനസ്സിലായി. കാരണം അനുനിമിഷം ആ മുഖത്തെ ദേവിക പ്രഭ കാളിക്ക് മുന്നിൽ ദൃശ്യമായി തുടങ്ങിയിരുന്നു. പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചുടലയിൽ നൃത്തം ചെയ്യുന്നത് തങ്ങളുടെ പതിവാണെന്നും അത് മനുഷ്യർ കാണുക ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ദയവായി അങ്ങവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ ദേവിയോടായി നാരായണത്ത് പറഞ്ഞു. അഗ്നി കണ്ടെത്തുന്ന ദിക്കിൽ ചെന്നാൽ അവിടെ പാചകം ചെയ്യുന്നിടത്തിരുന്നു ഉണ്ണുന്നിടത്ത് കിടക്കണം. ഇതാണ് എന്റെ പതിവ്. അതും മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇവിടെ നൃത്തം ചെയ്യാം. ഞാനിരിക്കുന്നിടത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നൃത്തം നാളത്തേക്ക് മാറ്റിവെക്കാം. അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് മനസ്സിലാക്കിയ ദേവി തിരികെ പോവാനൊരുങ്ങി. പക്ഷെ അതിനു മുൻപ് നാരായണത്തിനോടായി പറഞ്ഞു, മനുഷ്യർക്ക് മുന്നിൽ ചെന്നാൽ ഒന്നുകിൽ അവർക്കൊരു ശാപം നൽകണം, അല്ലെങ്കിൽ വരം നൽകണം. ശ്രേഷ്ഠനായ അങ്ങേ ശപിക്കാൻ നമുക്കാവില്ല. ദയവായി അങ്ങൊരു വരം ചോദിച്ചാലും. ഓരോ കഥകളും നമുക്ക് മുന്നിൽ കോറി